സിവിൽ 3Dയിൽ എങ്ങനെ ഒരു സർഫസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ആദ്യമായിട്ട് ഇവിടെ ടൂൾ സ്പേസിൽ പ്രോസ്പെക്ടർ ഓൺ ചെയ്യുക. അതിനുശേഷം പോയിന്റിലേക്ക് വരിക. അപ്പോൾ ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഇമ്പോർട്ട് പോയിന്റ്സ് കൊടുക്കുക. ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ടെക്സ്റ്റ് ഫയൽ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഈ എക്സിസ്റ്റിംഗ് എന്നുള്ള ഈ ടെക്സ്റ്റാണ് സെലക്ട് ചെയ്യുന്നത്. ഓപ്പൺ കൊടുക്കും. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ടെക്സ്റ്റിൻ്റെ ഫോർമാറ്റ്സ് അനുസരിച്ചിട്ട് വേണം ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാൻ. ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ടെക്സ്റ്റിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് പോയിന്റ്, ഈസ്റ്റ്, നോർത്ത്, ഇസഡ്, സ്പേസ് ഡിലിമിറ്റഡ് എന്നാണ്. അപ്പോൾ ഞാൻ അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. പോയിന്റ് നമ്പർ, ഈസ്റ്റിംഗ്, നോർത്തിങ്, പോയിന്റ് എലിവേഷൻ. ഇപ്പോൾ അതിവിടെ വന്നിട്ടുണ്ട്. ഇത് സെയിം പാറ്റേണിൽ ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ആഡ് പോയിന്റ്സിൽ പോയിന്റ് ഗ്രൂപ്പ് എന്ന് കൊടുക്കുക. നമുക്കതൊരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. ഇപ്പോൾ നമുക്ക് രണ്ട് സർഫസ് ഒക്കെ തമ്മിൽ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് രണ്ട് ഗ്രൂപ്പായിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ ഇവിടെ ഈ ഒരു ഗ്രൂപ്പിലേക്ക് ഇത് ആഡ് ചെയ്യാം. ആഡ് പോയിന്റ്സ് ഗ്രൂപ്പ് എന്നുള്ള കൊടുക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഈ എക്സ് ഗ്രൗണ്ട് എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ എടുത്തു. ഇവിടെ ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ പോയിന്റ് ഒക്കെ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതിനായിട്ട് കീബോർഡിൽ ഇസഡ് എൻ്റർ, എ എൻ്റർ പ്രസ് ചെയ്യുക. അല്ലെങ്കിൽ മൗസിൻ്റെ വീൽ ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്താലും ഇവിടെ ഓപ്പൺ ആവും. ഇപ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത പോയിന്റ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പോയിന്റ് നമ്പരും എലിവേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പോയിന്റ് ഗ്രൂപ്പിലേക്ക് വരിക. ഇവിടെ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ നേരത്തെ കൊടുത്ത ആ പോയിന്റ് ഗ്രൂപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസ് എടുക്കുക. ഇവിടെ നോൺ എന്ന് കൊടുക്കുക. ഇപ്പോൾ അവിടെ ഒരു പോയിന്റ് മാത്രമായി. ഇനി നമുക്കൊരു സർഫസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ സർഫസിലേക്ക് വരിക. ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് സർഫസ് കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു പേര് കൊടുക്കണം. നമ്മൾ പോയിന്റ് ഗ്രൂപ്പിൻ്റെ സെയിം പേര് തന്നെ ഇവിടെയും കൊടുക്കാം. എക്സ് ഗ്രൗണ്ട്. ഇവിടെ ഈ ടിൻ സർഫസ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ കോണ്ടൂറിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് 2 മീറ്റർ ആൻഡ് 10 മീറ്റർ എന്നുള്ളതാണ്. അപ്പം നമുക്കിവിടെ കുറച്ചുകൂടെ ആക്യുറസി കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ 1 മീറ്റർ ടു 5 മീറ്റർ എന്നോ അല്ലെങ്കിൽ 1 മീറ്റർ ആൻഡ് 1 മീറ്റർ എന്നോ നമുക്ക് ഇഷ്ടമുള്ളത് ഇവിടെ കസ്റ്റമായിട്ട് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ 2 മീറ്റർ ആൻഡ് 10 മീറ്റർ എന്നുള്ളതാണ് എടുക്കുന്നത്. ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഈ സർഫസിൽ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കൊടുത്ത ആ സർഫസ് ഇവിടെ കാണിക്കുന്നതായിരിക്കും. അതിലും വീണ്ടും പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡെഫിനിഷൻ എന്നുള്ള ഓപ്ഷനിലേക്ക് പോവുക. ഇവിടെ പോയിന്റ് ഗ്രൂപ്പ് എന്നുള്ള സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ആഡ് കൊടുക്കുക. നേരത്തെ ഇവിടെ ഒരു ഗ്രൂപ്പിലേക്കാണ് ഈ പോയിന്റുകളൊക്കെ ആഡ് ചെയ്തത്. അപ്പോൾ ആ പോയിന്റ്സ് ഈ സർഫസിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ എക്സ് ഗ്രൗണ്ട് എന്നുള്ള പോയിന്റ് ഗ്രൂപ്പ് ഈ ഒരു സർഫസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക, അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. സർഫസ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ എക്സ് ഗ്രൗണ്ട് എന്നുള്ള ആ ഒരു സർഫസിലേക്ക് വരിക. ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് സർഫസ് സ്റ്റൈൽ എന്നുള്ള കൊടുക്കുക. അതിനുശേഷം അവിടെ ഡിസ്പ്ലേയിൽ വന്നിട്ട് ഈ ട്രയാങ്കിൾ എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഓൺ ചെയ്യുക. ഇത് വിസിബിൾ ആയി കൊടുക്കുക, അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഒരു സർഫസ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സർഫസ് നമുക്കൊരു 3D വ്യൂവിൽ കാണാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വ്യൂവിൽ വരിക. ഇവിടെ ഏതെങ്കിലും ഒരു ഷെയ്ഡ് സെലക്ട് ചെയ്യുക. അപ്പോൾ റിയലിസ്റ്റിക് എന്നോ ഷെയ്ഡഡ് എന്നോ. അപ്പോൾ ഞാൻ ഇവിടെ റിയലിസ്റ്റിക് എന്നുള്ളതാണ് കൊടുക്കുന്നത്. അതിനുശേഷം ഇവിടെ ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട്
മൗസിൻ്റെ വീൽ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ പാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സർഫസ് എങ്ങനെയാണെന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സർഫസ് ക്രിയേറ്റ് ചെയ്യുന്നത്.